US ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂലം വ്യോമയാന മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഇന്ധന വിലയും ടിക്കറ്റ് നിരക്കും കുത്തനെ കയറുകയാണ്. ഗൾഫിലെ ഈ സംഘർഷ സാഹചര്യം മൂലം വ്യോമയാന മേഖലയാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. പ്രവാസികൾക്ക് നാട്ടിൽ പോകാനുള്ള വിമാന ടിക്കറ്റ് എടുക്കാൻ ഇതോടെ കഴിയാത്ത അവസ്ഥയാണ്. അത്രമാത്രം വലിയ രീതിയിലാണ് ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നത്. നിരവധി പ്രവാസി കുടുംബങ്ങൾ ഇത്തവണ വിമാനയാത്ര വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പ്രത്യേക റിപ്പോർട്ടാണ് ആദ്യം. യുദ്ധവും സംഘർഷങ്ങളും മൂലം മിഡിൽ ഈസ്റ്റിന്റെ വ്യോമയാന മേഖല ഇപ്പോഴും പൂർണ്ണമായ സർവീസിലേക്ക് എത്തിയിട്ടില്ല. സർവീസുകൾ വർദ്ധിപ്പിക്കാൻ വിമാന കമ്പനികൾ തയ്യാറാകുമ്പോഴും കൂടുതൽ സർവീസിന് ചില ഗൾഫ് നഗരങ്ങളിൽ അനുമതി ലഭിക്കുന്നില്ല. US ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് വിമാന ഇന്ധന വിലയിൽ 121% വർധന രേഖപ്പെടുത്തിയത്. ഇതോടെ ഗൾഫിൽ സ്കൂൾ അടയ്ക്കുന്ന വേനൽക്കാല അവധി സമയത്തും വിമാനയാത്രകൾക്ക് വീണ്ടും ചെലവ് വർദ്ധിക്കുകയാണ്. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മാസത്ത് ഒരുപാട് ഫ്ലൈറ്റ്സ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ചെറുങ്ങനെ ഫ്ലൈറ്റ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയറിൽ നല്ലൊരു ഇമ്പാക്റ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഫ്രീക്വൻസിയും കുറവായിരുന്നു. പാസഞ്ചർ ലോഡ് ആ സമയത്ത് ചില നാട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു, തിരിച്ചു വരാനുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാറി നമ്മളിപ്പം ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ റീജിയനിൽ നമ്മുടെ ഫ്രീക്വൻസി കുറവാണ്, എന്നാൽ തീരെ ഇല്ലാതെ ഇല്ല. പിന്നെ പാസഞ്ചർ ലോഡ് വല്ലാതെ അങ്ങോട്ട് ഈ നമ്മുടെ VFR ട്രാഫിക് ആയിട്ട് വന്നു. ഇപ്പം നാട്ടിലേക്ക് പോകാനുള്ള VFR ട്രാഫിക് പഴയതുപോലെ ഇല്ല. ബിസിനസ് ട്രാവൽ, കോർപ്പറേറ്റ് ട്രാവലിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു 20% ഒക്കെ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ളൂ. ബാക്ക് ടു ഓൾമോസ്റ്റ് നോർമലാണ്. ബലിപെരുന്നാൾ അവധിക്കാലത്ത് ചെറിയ യാത്രകൾ പോയിരുന്നവർ പോലും ഗൾഫിൽ ഇത്തവണ യാത്രകൾ റദ്ദാക്കി. അത്യാവശ്യം ചിലർ അതാത് രാജ്യങ്ങളിലെ ഹോട്ടൽ, റിസോർട്ട്, സ്റ്റെക്കേഷൻ ഓഫ് റോഡിൽ മാത്രമാക്കി യാത്രകൾ ചുരുക്കി. എന്തിന് ഒരു മരണ ആവശ്യത്തിന് നാട്ടിൽ പോകാൻ പോലും വൻ നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. ദുബായിൽ നിന്നും 4 അംഗ കുടുംബം തിരുവനന്തപുരത്തേക്ക് പോകാൻ ഈ സമയത്ത് മുടക്കിയത് ഇന്ത്യൻ രൂപ ഏകദേശം 5 ലക്ഷമാണ്. ഇനി എങ്ങനെ വീണ്ടും വേനൽ അവധിക്ക് നാട്ടിൽ പോകുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഞങ്ങൾ ഈ ഒരു എമർജൻസി ആയിട്ട് ഫാദറിലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാനും വൈഫും 2 കുട്ടികളും കൂടി അത്യാവശ്യമായിട്ട് അന്നേ ദിവസം തന്നെ ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചുരുങ്ങിയ ഫ്ലൈറ്റുകൾ മാത്രമേ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്കുള്ളൂ. അതിൽ ഞങ്ങൾക്ക് അന്നത്തേക്ക് കിട്ടിയത് ഇവിടുത്തെ തന്നെ ലോക്കൽ കരിയറാണ്. അതിനകത്ത് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് 4 പേർക്ക് 18,500 ദിറംസാണ് അത്യാവശ്യമായി ട്രാവൽ ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. അത് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യൻ റുപ്പി ഏകദേശം 5 ലക്ഷം അടുപ്പിച്ചുള്ള എമൗണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യങ്ങൾ ഇതുപോലെ എന്നെപ്പോലെ പലരും നേരിടുന്നുണ്ടാവാം. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ 2, 3, 4 പേർ അടങ്ങുന്ന ഒരു കുടുംബം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക്, ഒരു ഫാമിലി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് ഒരിക്കലും നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. വിമാന ഇന്ധനവില 100% വർദ്ധിച്ചതിന്റെ പ്രത്യാഘാതം വരും നാളുകളിൽ രൂക്ഷമായി ബാധിക്കുമെന്നാണ് സൂചനകൾ. ജെറ്റ് ഇന്ധനവില വർധനയ്ക്കൊപ്പം ക്രൂഡ് ഓയിൽ വിലയിൽ 77.7% വർധന ഉണ്ടായെന്ന് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്ന IATA സ്ഥിരീകരിച്ചു. ഇതോടെ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നാട്ടിൽ പോകുന്ന കുടുംബങ്ങൾക്ക് ഇത്തവണ യാത്രകൾ റദ്ദാക്കേണ്ടി വരുമോ എന്ന ആശങ്ക വ്യാപകമാണ്. പഴയതുപോലെയുള്ള ഫ്രീക്വൻസി ഇല്ല. ഞാൻ പറഞ്ഞ പോലെ UAE സംബന്ധിച്ചിടത്തോളം എയർ സ്പേസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ലിമിറ്റഡ് കോട്ടയാണ്, സ്ലോട്ട്സ് ആണ് കൊടുക്കുന്നുള്ളൂ. പക്ഷേ സൗദി അറേബ്യയിലോ മറ്റുള്ള എയർപോർട്ട്സിലോ കുവൈറ്റ് ഈസ് എൻ എക്സെപ്ഷൻ. മറ്റുള്ള സ്ഥലത്ത് വലിയൊരു ബുദ്ധിമുട്ടില്ല. ഫ്ലൈറ്റ്സ് ഒക്കെ ഇപ്പോഴും ഓപ്പറേറ്റിംഗ് ആണ്. പെർമിറ്റ് ഇസ് സ്റ്റിൽ ഓക്കെ. പക്ഷേ ലോഡ് ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടി ഉണ്ടോണെന്ന് അറിയില്ല. ഇന്ത്യൻ കാരിയേഴ്സ് വളരെ ലിമിറ്റഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. 2026 വർഷത്തിൽ മിഡിൽ ഈസ്റ്റിലെ വിമാന കമ്പനികൾ $4.3 ബില്യൺ നഷ്ടം നേരിടുമെന്നാണ് റിപ്പോർട്ട്. ജെറ്റ് ഇന്ധനവില വൻതോതിൽ വർദ്ധിച്ചതാണ് ഇതിന് പ്രധാന കാരണം. ഇതോടെ ഗൾഫ് വിമാന കമ്പനികൾ ഇത്തവണ രൂക്ഷമായ പ്രവർത്തന പ്രതിസന്ധി നേരിടുമെന്നും IATA ചൂണ്ടിക്കാട്ടുന്നു. ബ്രസീലിലെ തുറമുഖ നഗരമായ റിയോ ഡി ജനീറോയിൽ നടന്ന IATA വാർഷിക പൊതുയോഗത്തിലും ഇതു സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നടന്നു.
ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനീസ് അവർക്ക് അയക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ബുക്കിംഗ്സ് നമുക്ക് തരുന്നുണ്ട്, ബുക്കിംഗ് നടക്കുന്നുണ്ട്, അഡ്വാൻസ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ പാസഞ്ചേഴ്സ് എന്തുകൊണ്ടോ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചിരിക്കുകയാണ് അവരുടെ പ്ലാൻസ്. അപ്പം ഈ എയർലൈൻസ് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഡിമാൻഡ് കാണണം. ആ ഡിമാൻഡ് കാണുന്നില്ല. അപ്പോൾ ഡിമാൻഡ് കാണാത്തിടത്തോളം കാലം അവർ ഫെയർ കൂട്ടിയിട്ട് തന്നെ വെക്കും. ചെറിയ കുറച്ച് നമ്പർ ഓഫ് എയർക്രാഫ്റ്റ്സ്, നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികൾ പഴയ പ്രതാപത്തിലേക്ക് ഇനിയും സർവീസുകൾ ആരംഭിക്കാത്തതും യാത്രക്കാരെ അധിക നിരക്ക് കൊടുക്കാൻ നിർബന്ധിതരാക്കുന്നു. വേനൽക്കാല സീസൺ സമയത്തുള്ള ടിക്കറ്റ് കൊള്ളയ്ക്കൊപ്പം വിമാന ഇന്ധനവില കൂടി വർദ്ധിച്ചത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ്. പലരും യാത്ര തൽക്കാലം 1 വർഷത്തേക്ക് മാറ്റിവെക്കാൻ വരെ നിർബന്ധിതരാണ്. ഇനി നാട്ടിലേക്ക് അവധിക്ക് പോയാൽ തന്നെ മടങ്ങിയെത്തുമ്പോൾ ജോലി ഉണ്ടാകുമോയെന്ന ആശങ്കയും ഒരു വിഭാഗം പ്രവാസികളെ അവധി യാത്രയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിക്കുന്നു.